കുറച്ച് ചീര എൻ്റെ ബാക്ക് യാർഡിൽ നിൽപ്പുണ്ട്. അത് ചുമന്ന ചീരയുണ്ട്, പച്ച ചീരയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇന്നലെ ഞാൻ എൻ്റെ ബാക്ക് യാർഡിൽ കൃഷിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചീരയെല്ലാം മുറ്റി തുടങ്ങി, പറിക്കാൻ സമയം കഴിഞ്ഞെന്ന്. പക്ഷേ സമയക്കുറവ് കാരണമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും പിറ്റേന്ന് തന്നെ അത് പറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമന്ന ചീരയും നമ്മുടെ പച്ച ചീരയില്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആണ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിപ്പോൾ സമയം രാത്രി 8 മണിയായി കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലേറ്റായിട്ടാണ് ഇവിടെ ഇരുട്ടുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ പറിച്ച് നിന്നപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്ട്രോബെറി നിൽക്കുന്ന കേട്ടോ. ഇനി നല്ല വലിയൊരു സ്ട്രോബെറി കേട്ടോ. ഇത് എങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒളിച്ച് ഇരുന്നതാണെന്ന് തോന്നുന്നു, കണ്ടില്ല. അതുകൊണ്ട് അത് നിന്ന് വലുതായി. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ നോക്കിയിട്ടില്ല. ചെറിയ ചെറിയ സ്ട്രോബെറിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളതെല്ലാം ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇത് വെക്കാനല്ല, ഞാൻ നാളെ കുക്ക് ചെയ്യാമെന്നും പറഞ്ഞാണ് എടുത്തത്. പക്ഷേ നാളെ എനിക്ക് ജോലിയുണ്ട്, രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരാഴ്ചയായിട്ട് കേട്ടോ. പിന്നെ വരുന്ന വഴി തന്നെ 2 പച്ചമുളക് മറ്റേ മണമുള്ള പച്ചമുളകില്ലേ, ഉണ്ട മുളക് പോലെ, അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, അതും പിന്നെ 2-3 ചെറിയ ടൊമാറ്റോസും ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എല്ലാം കൊണ്ടുവന്ന് നന്നായിട്ട് ചീര എല്ലാം കഴുകി, ഞാൻ എപ്പോഴും ഇതേ കണക്കുള്ള ഇലവർഗ്ഗങ്ങൾ കഴുകുമ്പോൾ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ വിനീഗറോ കൂടെ ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ആണ് എടുക്കുന്നത് കേട്ടോ. റിൻസ് ചെയ്ത് എടുക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കുറച്ച് നേരം അതിലോട്ട് വെച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നാളെയോ മറ്റന്നാളോ എൻ്റെ ഓഫ് ഡേയിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും അത് ഇരുന്ന് മുറ്റിപ്പോവും, ഓൾറെഡി അത് മുറ്റിപ്പോയി. അങ്ങനെ അപ്പം തന്നെ പിന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങനെ തട്ടിക്കൂട്ടി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അങ്ങനെ 2 ചീരയും ഒരുമിച്ചിട്ടങ്ങ് വെക്കുകയാണ് കേട്ടോ. കാരണം ചുവന്ന ചീര ഒരുപാടില്ല, അത് മാത്രം വെക്കാൻ. പച്ച ചീര ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങ് വെക്കാമെന്ന്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ബാക്ക് യാർഡിൽ നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ കൂട്ടാനൊക്കെ വെച്ചെടുക്കുമ്പോഴത്തേക്കും എന്തൊരു രുചിയാണ്. അങ്ങനെ ഇതിപ്പം ഞാൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 9:30 ആയി കേട്ടോ രാത്രി. അപ്പോൾ ഞാനിങ്ങനെ സാധാ നമ്മൾ ആ ചീര തോരൻ വയ്ക്കുന്ന പോലെ തന്നെ. പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്ക് അരയ്ക്കാനുള്ള മടി കാരണം ഞാൻ ഇവിടെ ഷ്രെഡഡ് കോക്കനട്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും, തേങ്ങ. അപ്പോൾ അതും കുറച്ച് മഞ്ഞളും പിന്നെ അങ്ങനെയൊക്കെ ഇട്ട് ജീരകപ്പൊടി അതെല്ലാം കൂടെ ഇട്ടാണ് എടുത്തത് കേട്ടോ. പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബാക്കിൽ നമ്മളായിട്ട് വെക്കുന്നതല്ലേ, അപ്പോൾ അതെന്തായാലും ടേസ്റ്റ് കാണുമല്ലോ. അങ്ങനെ രാത്രി തന്നെ കൊണ്ടുവന്ന് ഞാൻ ചീര തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി നാളെ ചോറിൻ്റെ കൂടെ കഴിക്കണം, ഇന്നിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ.